ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം പരിശീലനം ഇന്നും തുടരും. പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലിന് കീഴിലാണ് ഇന്ത്യയുടെ പരിശീലനം. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും പരിശീലന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. നാളെ പുറത്തിലാണ് പരമ്പരയിലെ ആദ്യ മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സൂപ്പർ ടീമുകൾ ഇന്ന് കളത്തിൽ. വിജയക്കുതിപ്പ് തുടരാൻ ആഴ്സണൽ ഇന്നിറങ്ങും. ഫുള്ളാമാണ് ഗണ്ണേഴ്സിന്റെ എതിരാളികൾ. രാത്രി 10-ന് ഫുള്ളാമിന്റെ തട്ടകത്തിലാണ് മത്സരം. മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് എവർട്ടനെ നേരിടും. ചെൽസിക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റാണ് എതിരാളി. ക്രിസ്റ്റൽ പാലസിനും ന്യൂ കാസ്റ്റൽ യുണൈറ്റഡിനും ഇന്ന് മത്സരമുണ്ട്. സ്പാനിഷ് ലീഗിൽ 1-ാം സ്ഥാനം ലക്ഷ്യമിട്ട് ബാഴ്സലോണ ഇന്നിറങ്ങും. ജിറോണയാണ് ബാഴ്സയുടെ എതിരാളികൾ. കാറ്റലന്മാരുടെ തട്ടകത്തിൽ രാത്രി 7:45-നാണ് മത്സരം. ലീഗിൽ റയലിന് പിന്നിൽ 2-ാം സ്ഥാനത്താണ് ബാഴ്സ. അത്ലറ്റിക്കോ മാഡ്രിഡിനും ഇന്ന് മത്സരം. സൂപ്പർ ലീഗ് കീഴിൽ ജയം തുടർന്ന് തൃശൂർ മാജിക് FC തിരുവനന്തപുരം കൊമ്പൻസിനെ എതിരില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തി. ആദ്യ പകുതിയിൽ നായകൻ മെയിൽസൺ ആൽവസ് ആണ് തൃശൂരിന്റെ വിജയ ഗോൾ നേടിയത്. 3 കളിയിൽ നിന്ന് 6 പോയിന്റുമായി പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് തൃശൂർ. വനിതാ ലോകകപ്പിൽ ശ്രീലങ്കയെ 10 വിക്കറ്റിന് തകർത്ത ദക്ഷിണാഫ്രിക്ക. മഴവില്ലനായ മത്സരത്തിൽ 121 റൺസ് വിജയലക്ഷ്യം. 31 പന്ത് ശേഷിക്കെ അർദ്ധ സെഞ്ചുറി നേടിയ ലൗറയാണ് കളിയിലെ താരം. ജയത്തോടെ 8 പോയിന്റുമായി പട്ടികയിൽ 2-ാം സ്ഥാനത്താണ് ദക്ഷിണാഫ്രിക്ക. വനിതാ ഏകദിന ലോകകപ്പിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ന്യൂസിലൻഡ് ഇന്നിറങ്ങും. പാകിസ്ഥാനാണ് കിവീസിന്റെ എതിരാളികൾ. വൈകിട്ട് 3-ന് കൊളംബോയിലാണ് മത്സരം. ടൂർണമെന്റിൽ 3 പോയിന്റുമായി ന്യൂസിലൻഡ് 5-മതും 1 പോയിന്റുള്ള പാകിസ്ഥാൻ അവസാന സ്ഥാനത്തുമാണ്.